മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മലക്കപ്പാറ ടൗണായി. വളരെ ചെറിയൊരു ടൗൺ. ഇവിടെ വലിയ ഹോട്ടലുകളോ ഷോപ്പുകളോ കാണാൻ സാധിച്ചില്ല. ചെറുകിട ഹോട്ടലുകളും ഷോപ്പുകളും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. വീടിനോട് ചേർന്ന് അവർ നടത്തുന്ന ഹോട്ടലുകളാണ് ഭൂരിഭാഗവും. ഹോം മെയ്ഡ് ഭക്ഷണം നൽകുന്നതുകൊണ്ട് രുചിയും ക്വാളിറ്റിയും മോശമായി അനുഭവപ്പെട്ടില്ല. എന്നിരുന്നാലും ഭക്ഷണം കൊണ്ടുവരുന്നതായിരിക്കും ഉത്തമം. അസമയത്ത് വന്നാൽ ഭക്ഷണം അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. നിയർ ബൈ ഹോട്ടലുകൾ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. മലക്കപ്പാറയിൽ പ്രത്യേകിച്ച് കാണാനധികം സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. പ്രകൃതി ആസ്വദിക്കാം, തേയിലത്തോട്ടങ്ങളുണ്ട്, അവ ആസ്വദിക്കാം. ഞങ്ങൾ 2 മണിയോടടുത്താണ് അവിടെ എത്തിയത്. ചെറിയ ചാറ്റൽ മഴയും അതിനോടുകൂടി കോടമഞ്ഞും കാണാൻ സാധിച്ചു. നേരിയ തണുത്ത കാറ്റ്, വളരെ നല്ല ഒരു റിഫ്രഷ്മെൻറ്റ് തോന്നി. വളരെ നല്ലൊരു അനുഭവം. ശേഷം ഞങ്ങൾ നേരെ തേയിലത്തോട്ടങ്ങൾ കാണുവാൻ പോയി. ടാറ്റയുടെ ഒരു ടീ ഫാക്ടറി ഉണ്ട് അവിടെ. അത് കാണാൻ പോയി. പ്രവേശനം സാധ്യമല്ല, പക്ഷേ ഫാക്ടറി ചുറ്റിലും നടന്നു കാണാനായി സാധിക്കും. മലക്കപ്പാറ ടൗണിൽ നിന്നും 1-2 കിലോമീറ്റർ മാറിയാണ് കേരള തമിഴ്നാട് ബോർഡർ. കോവിഡ് കാലമായതുകൊണ്ട് 2 ഡോസ് വാക്സിനേഷൻ അല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പ്രവേശനമുള്ളൂ. അവിടെയുള്ള കാഴ്ചകൾ കണ്ട് അവിടെ കുറച്ചു സമയം ചിലവഴിച്ചു. ചാറ്റൽ മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. കാഴ്ചകളെല്ലാം ആസ്വദിച്ചതിന് ശേഷം തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. തിരിച്ചുള്ള യാത്ര വീണ്ടും കാട്ടിലൂടെ. 5 മണിക്ക് ശേഷം ഇരുട്ട് മൂടിക്കൊണ്ടിരുന്നു. വരുന്ന വഴിയിൽ ആനക്കൂട്ടം കാണാൻ സാധിച്ചു. കൂടാതെ സിംഹവാലൻ കുരങ്ങുകൾ, ഇൻട്രല്ല ഗണത്തിൽപ്പെട്ട ഒച്ച്, ആ ഒച്ചിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. ഇതെല്ലാം കാണാൻ സാധിച്ചു. ആനക്കൂട്ടം കാണാൻ ഞങ്ങൾ വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോൾ അതിലൊരു ആന ഞങ്ങളുടെ നേർക്ക് ആഞ്ഞെടുത്തു. വണ്ടിയുടെ വേഗം കൂട്ടി ഞങ്ങൾ അവിടെ നിന്നകന്നു. ഒരിക്കലും വരുന്ന വഴിയിൽ സ്റ്റോപ്പ് ചെയ്യാനോ വഴിയിൽ ഇറങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അത് വലിയ ആപത്തിൽ കൊണ്ടു ചെന്നേക്കാം. വീഡിയോ മുഴുവൻ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യാത്ര വീഡിയോ ആസ്വദിക്കൂ.
നന്ദി.